ദിവസം നീണ്ടുനിൽക്കുന്ന ആനന്ദരാധിക വിവാഹ ആഘോഷങ്ങൾക്ക് ജൂലൈ 12 തുടക്കമായതോടെ സൽക്കാര വേദിയിൽ ഇടം പിടിച്ച ഭക്ഷണ വൈവിധ്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അതിഥികൾക്കായി ഒരുക്കിയ 2500 വരുന്ന ഭക്ഷണങ്ങളിലെ വിചിത്ര രുചികളുമുണ്ട്. ഇറ്റാലിയൻ ഡെസർട്ടായ തിരാംസുവിനോടൊപ്പം വിളമ്പിയ കടക്കൂരിയുടെ മുട്ട എന്നറിയപ്പെടുന്ന കാവിയ ആണ് അതിലൊന്ന്. കാസ്പിയൻ കടലിലും കരിങ്കടലിലും കാണപ്പെടുന്ന സ്റ്റർജൻ എന്ന ഇനത്തിൽപ്പെടുന്ന മത്സ്യത്തിന്റെ മുട്ടയാണ് കാവിയ. 453 കിലോ തൂക്കം വരുന്ന 100 വർഷം വരെ ആയുസ്സുള്ള മീനുകളാണ് സ്റ്റർജൻ ഇനത്തിൽപ്പെടുന്ന മീനുകള്. ബെലൂഗ എന്ന മീനിൽ നിന്നുള്ള കാവിയകളാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. 0.10 ഗം ബെലൂഗ കാവിയകൾക്ക് 60,230 രൂപ വിലയാണ് വിപണിയിലുള്ളത്. ചൈനയാണ് കാവിയ കയറ്റുമതിയില് മുമ്പില്. സ്റ്റർജൻ മീനുകള് ഗണ്യമായി കുറയുന്നതാണ് മുട്ടകളുടെ വിലയുടെ പിന്നിലെ കാരണം. പേണ സ്റ്റർജനുകള് മാത്രമാണ് മുട്ട ഉത്പാദിപ്പിക്കുന്നത്. മാത്രവുമല്ല, പേണ സ്റ്റർജനുകള് പൂർണ്ണ വളർച്ചയിലെത്താൻ 8 മുതൽ 20 വർഷം വരെ എടുക്കും. കേക്ക് ലോകത്ത് വൈറലായിരുന്ന റിയലിസ്റ്റിക് കേക്ക് ഫ്രൂട്ട്സും ലാവിഷ് കല്യാണത്തില് ഇടം നേടി. പഴങ്ങളുടെ ആകൃതിയിലുണ്ടാക്കിയ കേക്കുകളാണ് ഹൈപ്പർ റിയലിസ്റ്റിക് കേക്ക് ഫ്രൂട്ട്സ്. വിവാഹ ചടങ്ങിലെ വെജിറ്റേറിയൻ ഭക്ഷണം ഒരുക്കാനെത്തിയത് പെറുവിൽ നിന്നുള്ള ഷെഫായ വിർജിലിയോ മാർട്ടിനസിന്റെ ഉടമസ്ഥതയിലുള്ള സെൻട്രൽ റെസ്റ്റോറന്റ് ആണ്. 2023 ലോകത്തിലെ മികച്ച 50 റെസ്റ്റോറന്റുകളില് 1ാം സ്ഥാനം നേടിയിരുന്നു സെൻട്രല്. വിവാഹ ആഘോഷത്തിലെ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളുടെ ചുമതല മുഴുവൻ ഏറ്റെടുത്തത് പെറുവിൽ നിന്നെത്തിയ ഈ ഷെഫാണ്.